ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേറൊരു കൊമ്പനാന നിൽക്കുന്നുണ്ട്. ഇവര് തമ്മിലാണ് ഫൈറ്റ്. പിന്നീടാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. ഇതൊരു വൈൽഡ് ഡോഗിന്റെ മേറ്റിംഗ് പെയറാണ്. ടൈഗറിനെയൊക്കെ കാണുമ്പോൾ ഈ സൗണ്ടാണ് സാധാരണ മയിലുണ്ടാക്കുക. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നീണ്ട ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കബനിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇത്തവണത്തെ യാത്ര ഒരു മഴക്കാലത്തായതുകൊണ്ട് തന്നെ കാടിൻ്റെ സൗന്ദര്യം ഒരല്പം കൂടിയുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയോട് കൂടി നമ്മൾ കബനി ഡാമിൻ്റെ അടുത്തുള്ള ഈ സ്റ്റേയിലെത്തി. ഇവിടെയായിട്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ചെറിയൊരു ഫാം സ്റ്റേ ആണ്. 2 റൂമുകൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇവർ തന്നെ സഫാരി അറേഞ്ച് ചെയ്ത് തരും. ഫോറസ്റ്റിൻ്റെ സഫാരി ജീപ്പിലാണ് നമ്മൾ പോണത്. അതുകൊണ്ട് തന്നെ നമുക്ക് സോൺ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. സുഖമായിട്ട് ഏത് സോണിലേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ സൈറ്റിങ്ങും കിട്ടാൻ നല്ല സാധ്യത കൂടുതലാണ്. അത്യാവശ്യം അഫോർഡബിളാണ്. നിങ്ങൾക്ക് കമ്പനിക്കൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരിഗണിക്കാണ്ടോ. ഇവിടെയുള്ള ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ ഈ ഫാം സ്റ്റേയുടെ നല്ല അടിപൊളി വ്യൂ കിട്ടും. പ്രധാനമായിട്ട് ഇവിടെ വാഴയാണ് കൃഷി ചെയ്യുന്നത്. ഏകദേശം 3 ഏക്കറോളം ഉണ്ട് ഈ ഫാം സ്റ്റേ. ഉച്ചക്കലത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ പയ്യെ ഈവനിങ് സഫാരിക്കായിട്ട് പുറപ്പെട്ടു. സമയം ഏകദേശം 3:15 ഉണ്ടോ. അപ്പോൾ നമ്മളൊരു സഫാരി പോയിൻ്റ് അവിടേക്ക് വന്നു. ഇവിടെ നിന്നൊരു അവർ ജീപ്പ് അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. നമുക്ക് മാത്രമായിട്ട് ഒരു താർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ല. പോയി നോക്കാം. അപ്പോൾ ശരി, അപ്പോൾ ഇനി സഫാരിയിൽ കാണാം. നമുക്ക് 3 പേർക്ക് വേണ്ടി മാത്രമായിട്ട് അവരൊരു ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ റോഡിൽ മൊത്തം വെള്ളം കെട്ടിക്കിടക്കാണ്. ഭാഗ്യത്തിൽ നമ്മുടെ സഫാരി തുടങ്ങിയതിന് ശേഷം ഇതുവരെ മഴ പെയ്തില്ല. ആദ്യമായിട്ട് നമ്മളൊരു ചെറിയ മാൻകൂട്ടത്തെയാണ് കണ്ടത്. അതിലൊരു മാന് ചെവിക്ക് ചെറിയ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി. കാടിൻ്റെ പച്ചപ്പിൽ ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹനുമാൻ കുരങ്ങനെ ഇത്ര ഭംഗിയിൽ കാണുന്നത്. പിന്നീട് ഒരു മഞ്ഞക്കൊഞ്ചി മരംകൊത്തിനെ കണ്ടു. ഇംഗ്ലീഷിൽ സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ് പെക്കർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരും അത്ര കോമൺ ഒന്നല്ല, എന്നാലും ഒട്ടുമിക്ക കാടുകളിലൊക്കെ ഇവരെ കാണാൻ പറ്റാറുണ്ട്. കാടുകളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഇവരെ കാണാറുണ്ട്. സഫാരി തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഇന്നത്തെ പോലും നമുക്കൊന്നും സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. സൈറ്റിംഗ് തന്നെ ഇവിടെ മാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ലംഗൂരും മാനോ കണ്ട് ഇതുവരെ വേറെ ഒന്നും കണ്ടില്ല. നമുക്ക് നോക്കാം. പക്ഷേ ക്ലൈമറ്റ് നല്ല അടിപൊളിയാണ്. ബാക്ക് വാട്ടറിൻ്റെ സൈഡിലൊക്കെ ഫുൾ വെള്ളമാണ്. ഇതൊക്കെ പണ്ട് ഫുള്ള് ബാക്ക് വാട്ടർ ഓപ്പൺ ഏരിയ ആയിരുന്നു. ഇവിടെ ഫുള്ള് വെള്ളം. ഇവിടുത്തെ ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ താഴെയായിട്ട് 3 കാട്ടുപോത്തുകളെ കണ്ടു. അതിലൊന്ന് മെയിലാണ്. നമ്മളെ കണ്ടതും അവർ പയ്യ കുറ്റിക്കാടിൻ്റെ അവിടേക്കായിട്ട് കയറിപ്പോയി. സംഭവം ഇത് കാട്ടിയാണെങ്കിലും കേരളത്തിൽ കാട്ടുപോത്തുകളെ കണ്ടുപിടിക്കാത്തടത്തോളം നമുക്കിതിനെ കാട്ടുപോത്ത് തന്നെ പറയാമല്ലേ. ഈ അടുത്ത് ന്യൂട്ടൺസ് വ്ലോഗിൽ അവർ കേരളത്തിൽ കാട്ടുപോത്തുകൾ കണ്ടു എന്ന് പറയണ്ടായിരുന്നു. എന്നാൽ അവർ കണ്ടത് മിക്കപ്പോഴും നാട്ടിൽ നിന്ന് പോയ പോത്തോ എരുമയൊക്കെ ക്രോസ് ബ്രീഡ് ചെയ്തുണ്ടായ കുട്ടികളാവാനാണ് സാധ്യത. പെട്ടെന്ന് നമ്മളൊരു പുള്ളിമാൻ്റെ വാണിംഗ് കോൾ കേട്ട് കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തി. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഇടതേ സൈഡിലായിട്ട് ഇതേ ഒരു കാട്ടുപെട്ടി വെയിൽ കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇതേ റോഡിൻ്റെ നടുവിലായിട്ട് തന്നെ വേറെ 2 കാട്ടുപെട്ടികൾ.
ഇവർ ഈ റോട്ടിലുള്ള ചെളി വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കൽ മാത്രമല്ല, ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കാനും ഉണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. ഇതൊരു വൈൽഡ് ഡോഗിൻ്റെ മേറ്റിംഗ് പെയറാണ്. മുന്നിൽ പോകുന്ന വൈൽഡ് ഡോഗിന് വാലുമ്പം കറുപ്പ കളർ കുറച്ച് കുറവാണ്, അതാണ് ഫീമെയിൽ. പുറകെ പോകുന്നതാണ് മെയിൽ. ഈ കാട്ടുപട്ടികളെ കുറിച്ചുള്ള കുറച്ച് വിചിത്രമായ കഥകൾ കേട്ടാലോ. സാധാരണ എല്ലാ മൃഗങ്ങളിലും, അതിപ്പോൾ കടുവയായിക്കോട്ടെ, ആനയായിക്കോട്ടെ, കാട്ടുപോത്തായിക്കോട്ടെ, പെണ്ണുങ്ങളുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ കാട്ടുപട്ടികളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. എല്ലാ കാട്ടുപട്ടികളുടെ കൂട്ടത്തിലും മിക്കപ്പോഴും ഒരു ഫീമെയിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതായിരിക്കും അവിടുത്തെ ബ്രീഡിങ് ഫീമെയിൽ. എന്നാൽ ഇതിനെ മെയ്റ്റ് ചെയ്യാനുള്ള അവകാശം ആൽഫ മെയിലിന് മാത്രമേ ഉള്ളൂ. ഒറ്റ പ്രസവത്തിൽ ഏകദേശം 12ഓളം കാട്ടുപട്ടി കുട്ടികളുണ്ടാവും. ഇവരെല്ലാവരും ഏകദേശം ഒരു 3 വയസ്സ് വരെ ഈ കൂട്ടത്തിൻ്റെ ഒപ്പം തുടരും. പിന്നീട് പെൺ കാട്ടുപട്ടികൾ വേറെ വേറെ കൂട്ടങ്ങളിൽ പോയി ജോയിൻ ചെയ്യും. എന്നാൽ ആൺ കാട്ടുപട്ടികൾ മിക്കപ്പോഴും ഈ സെയിം കൂട്ടത്തിൽ തന്നെ തുടരാനാണ് സാധ്യത. കുട്ടികൾക്കുള്ള ഫുഡ് കണ്ടുപിടിക്കേണ്ടതും അവരെ പരിപാലിക്കേണ്ടതായ ഉത്തരവാദിത്തം എല്ലാം കൂട്ടത്തിലുള്ള മെയിൽ കാട്ടുപട്ടികൾക്കാണ്. ചില സമയങ്ങളിൽ 30ഓളം വരുന്ന വലിയ കാട്ടുപട്ടികളുടെ കൂട്ടമൊക്കെ ഉണ്ടാവാറുണ്ട്. കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഫീമെയിൽ കാട്ടുപട്ടി ചില സമയങ്ങളിൽ മറ്റു ഗ്രൂപ്പുകളിലൊന്നും ചേരാതെ പുതിയതായിട്ടൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ കാട്ടുപട്ടികളിലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത്. അടുത്ത തവണ നിങ്ങൾ ഈ കാട്ടുപട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ കാണുമ്പോൾ അതിലെ ഫീമെയിൽ കാട്ടുപട്ടി ഏതൊന്ന് കണ്ടുപിടിക്കുമെന്ന് നോക്കൂ കേട്ടോ. മിക്കപ്പോഴും നമ്മുടെ പിഷാരടിയുടെ ലോജിക്ക് ഇവിടെയും വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ച് കളർ കുറഞ്ഞതായിരിക്കും എപ്പോഴും ഫീമെയിൽ കാട്ടുപട്ടി, അതുപോലെ തന്നെ വലിപ്പം കുറച്ച് കുറവായിരിക്കും. എന്തായാലും കാട്ടുപട്ടികളുടെ മേറ്റിംഗ് പേരിനെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം റയറായിട്ട് നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കിട്ടാറുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം നമുക്ക് നല്ല അടിപൊളി സൈറ്റിംഗ് ഒക്കെ തന്നിട്ട് കാട്ടുപട്ടികൾ പയ്യെ കാടിൻ്റെ ഉള്ളിലോട്ടും കയറിപ്പോയി. ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് എന്തായാലും ഫസ്റ്റ് സഫാരിയിൽ തന്നെ വൈൽഡ് ഡോഗിനെ കിട്ടി. അടിപൊളിയായിരുന്നു. വൈൽഡ് ഡോഗ് നല്ല മീറ്റിംഗ് പെയറായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വൈൽഡ് ഡോഗിന് മീറ്റിംഗ് പെയറിനെ കാണാൻ ഭയങ്കര സന്തോഷം. കാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മഴക്കാലങ്ങളിൽ കാട് സന്ദർശിക്കുന്നതായിരിക്കും നല്ലത്. വേനൽക്കാലങ്ങളിൽ വരുമ്പോൾ നല്ല സൈറ്റിംഗ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും കാട് മൊത്തത്തിൽ പച്ചപ്പൊന്നും ഇല്ലാണ്ട് ഉണങ്ങി വരണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ കുറച്ച് പോയപ്പോൾ നമ്മളൊരു പിടിയാനെ കണ്ടു. നമ്മളതിൻ്റെ തൊട്ടടുത്തായിട്ട് വണ്ടി നിർത്തി. നമ്മളതിൻ്റെ അടുത്ത് കൊണ്ട് വണ്ടി നിർത്തിയത് പുള്ളിക്കാരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചെറുതായിട്ടൊന്ന് മോക്ക് ചാർജ് ചെയ്യാൻ നോക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി കുറച്ച് ദൂരെ മാറ്റി നിർത്തി. അങ്ങനെ സഫാരി എല്ലാം തീർത്ത് നമ്മൾ തിരിച്ച് സ്റ്റേയിലോട്ട് പോന്നു. നമുക്ക് വേണ്ടി അവിടെ ക്യാമ്പ് ഫയർ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കറക്റ്റ് 6 മണിക്ക് തന്നെ നമ്മുടെ മോർണിംഗ് സഫാരി സ്റ്റാർട്ടായി. ഇത്തവണത്തെ ട്രിപ്പിൽ നമ്മൾ മൊത്തം 3 സഫാരിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത്തവണ നമ്മൾ ഫോറസ്റ്റിൻ്റെ പ്രോപ്പർ സഫാരി ജീപ്പിലാണ് പോകുന്നത്. കഴിഞ്ഞ തവണത്തെ പോലത്തെ താറല്ല, ഇത് ബൊലേറയാണ്. ഒരു അടിപൊളി വെറൈറ്റി കാഴ്ച തന്നെയല്ലേ. ഈ മരത്തിന് ഇലയൊന്നുമില്ല, ഫുള്ള് പക്ഷികളാണ്. ഈ പക്ഷിയുടെ പേര് മലബാർ സ്റ്റാർലിംഗ് എന്നാണ്. മലയാളത്തിൽ ഇവരുടെ പേര് കുറച്ച് വെറൈറ്റിയാണ്. ഗരുഡൻ ചാരക്കാളി എന്നാണ് ഇവർ മലയാളത്തിൽ അറിയപ്പെടുന്നത്. നമ്മുടെ എല്ലാ ഫോറസ്റ്റ് സ്റ്റോറിയിലും കാണാറുള്ള ചുട്ടിപ്പരുന്ത്, സർപ്പൻ്റ്.
ഞങ്ങൾ ഈ ചെങ്കിരീനെ കാണുമ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 200 മീറ്ററോളം നമ്മളിതിൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് പോയി. അതിന് ശേഷമാണ് അതൊന്ന് ഇരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണുന്ന കീരിയല്ല ഇത്. അത് ഗ്രേ മംഗൂസാണ്. ഇത് സ്ട്രൈപ്ഡ് നെക്കഡ് മംഗൂസാണ്. ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെയായിട്ട് ഒരു ബ്ലാക്ക് കളറിലെ വര പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പേര് വന്നത്, സ്ട്രൈപ്ഡ് നെക്കഡ് മംഗൂസ് എന്ന്. ചില ആൾക്കാരൊക്കെ സഫാരിക്ക് വരുന്നത് കടുവകളെ കാണാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയല്ല. എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അതിപ്പോൾ കടുവയായാലും ചെങ്കീരി ആയാലും ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ നോക്കിയിരിക്കുക ഒരു പ്രത്യേക രസം തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം ഒരു സ്ഥലത്ത് നിന്നതിന് ശേഷം ചെങ്കിരിയുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്തവണ എന്തായാലും നമ്മൾ ചേസ് ചെയ്യാൻ നോക്കിയില്ല, കാരണം അത്യാവശ്യം നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടിയിരുന്നു. പുള്ളിമാനങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വാണിംഗ് കോളുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ടൈഗർ സൈറ്റിങ്ങിനുള്ള സാധ്യത ഭയങ്കര കുറവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മളങ്ങനെ കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഈ ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിലുണ്ടായിരുന്ന ആരും തന്നെ ഈ ആന അവിടെ നിൽക്കണവരെ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നുള്ള ഒരു അലർച്ച കേട്ടാണ് നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കുന്നത്. നമ്മുടെ ജീപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്നവർക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതുകൂടി ഞാനവിടെ കാണിക്കാം കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് ആ സൗണ്ട് കേട്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു. അതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യണ കാര്യമൊന്നും പെട്ടെന്ന് ഓർമ്മ വന്നില്ല. പുറകിലെ സീറ്റിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടും ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. അവരുടെ തൊട്ടടുത്ത് ഒരു ആന വന്നിരുന്നു. ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ ഇത്രയും ഇഷ്ടമില്ലാത്തൊരു മരംകൊത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നീട് നമ്മൾ സാമ്പാടിയുടെ ചെറിയൊരു കൂട്ടത്തെ കണ്ടു. പുല്ല് നിന്നതിന് ശേഷം വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഒരു അമ്മയും കുട്ടിയൊക്കെ അടങ്ങുന്ന ചെറിയൊരു ഗ്രൂപ്പാണ്. നമ്മുടെ പെരിയാറിലൊക്കെ ഉള്ള പോലെ അത്ര വലിയ സാമ്പാടിയുടെ കൂട്ടങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. മഴക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കണം മൂത്രത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ അത്യാവശ്യം അധികം തന്നെയുണ്ട്. എന്തിനെങ്കിലും കണ്ട് പേടിക്കേണ്ട സമയത്താണ് ഈ മ്ലാവുകൾ സാധാരണ വാലിങ്ങനെ പൊക്കി പിടിക്കാറ്. എന്നാൽ ഇവർ കടുവേനെയും പുലിനെയൊക്കെ കണ്ടാൽ മാത്രമാണ് വാണിംഗ് കോൾ കൊടുക്കുള്ളൂ. പുള്ളിമാനകളെ പോലെയല്ല, ഇവർക്ക് അത്യാവശ്യം നല്ല കാഴ്ചശക്തിയുണ്ട്. പുള്ളിമാനകൾ ചിലപ്പോൾ സഫാരി ജീപ്പ് കണ്ടാൽ തന്നെ വാണിംഗ് കോൾ കൊടുക്കും. എന്തിന്? പുള്ളിമാനകൾ തന്നെ കണ്ടിട്ട് വാണിംഗ് കോൾ കൊടുക്കും. അത്രയ്ക്ക് കാഴ്ചശക്തി നമ്മുടെ പുള്ളിമാനങ്ങൾക്കുള്ളൂ. അങ്ങനെ പോകുമ്പോഴാണ് ഇതേ 2 ആനകൾ തമ്മിൽ ഫൈറ്റ് നടക്കണമെന്ന് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേറെ ഒരു കൊമ്പനാന നിൽക്കുന്നുണ്ട്. ഇവർ തമ്മിലാണ് ഫൈറ്റ്. ഈ ഫൈറ്റ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. നമ്മൾ വരാൻ കുറച്ച് ലേറ്റായി പോയി. ഈ കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആന ഭയങ്കര വലുതാണ്. ഭയങ്കര വലിയ കൊമ്പൊക്കെ ഉള്ളൊരു ആനയാണ്. എന്നാൽ നമ്മുടെ റോഡിൽ നിൽക്കുന്ന ആന അത്യാവശ്യം ചെറുതാണ്. മിക്ക സമയങ്ങളിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ആനകളും അതുപോലെ വലിയ കൊമ്പുള്ള ആനകളൊക്കെയാണ് ജയിക്കാറ്. ഈ ചെറിയ ആനകളൊക്കെ ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റാണ്ട് മിക്കപ്പോഴും ഓടിപ്പോവാ ചെയ്യാറ്. നിലത്ത് നിറയെ കമ്മ്യൂണിസ്റ്റ് പച്ച ആയതുകൊണ്ടായിരിക്കണം മരത്തിൻ്റെ മുകളിലുള്ള ഇലകൾ പറിക്കാൻ നോക്കുകയാണ് ഈ പുള്ളിമാൻ. ഈ ചെടി ശരിക്കൊരു കളയാണ്. ഇത് വളരുന്നിടത്ത് മറ്റുള്ള ചെടികളൊന്നും വളരില്ല. എന്നാൽ ആരായിരിക്കില്ല ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ചയെന്ന് പേരിട്ടത്?
സഫാരി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സ്റ്റേയിലോട്ട് വന്നു. സ്റ്റേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മൊത്തം 2 റൂമും ഒരു ഹാളാണ് ഉള്ളത്. മാക്സിമം 6 പേരെ വരെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ചെറിയ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ ആയ റേറ്റിന് സഫാരിയും സ്റ്റേയും എല്ലാവരും അറേഞ്ച് ചെയ്ത് തരും. സ്റ്റേനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫാം സ്റ്റേ ഉള്ളത് കബനി ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മളെന്തായാലും കുറച്ച് ബേർഡിംഗ് ഒക്കെ ചെയ്യാമെന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങി. കബനി റിവർ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ഡാരൻ സോളറിൻ്റെ നെസ്റ്റിംഗ് കണ്ടു. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ മലയാളത്തിൽ ഇവരെ വയൽക്കോതി കത്രിക എന്നാണ് പറയുക. പക്ഷെ എനിക്കിത് സത്യമാണെന്ന് അറിയില്ല കേട്ടോ. ഇവർ പൊതുവേ ഇതുപോലെയുള്ള വാട്ടർ സോഴ്സുകളുടെ അടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളിലോ അല്ലെങ്കിൽ പാറക്കെട്ടുകളിലൊക്കെയാണ് കൂട് കൂട്ടാറ്. ഈ പക്ഷികളിങ്ങനെ ചന്നം പിന്നം ബ്രിഡ്ജിൻ്റെ ഇടയിൽ കൂടെ പറന്ന് നടക്കണോണ്ട് തന്നെ ഇങ്ങരുടെ വലയിൽ ഏതെങ്കിലും പക്ഷി പെടാമെന്നായിരുന്നു എൻ്റെ പേടി. ഫോട്ടോ എടുക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പക്ഷിയാണ് ഈ സോളകൾ. കാരണം ഇവരൊരിക്കലും സ്ട്രൈറ്റ് ലൈനിൽ പറക്കാറില്ല. ഒരു പ്രത്യേകതരം പാറ്റേണിലാണ് ഇവർ പറക്കാറ്. ഇതാണ് കേട്ടോ കർണാടകയിലെ KSRTC. കർണാടക സ്റ്റേറ്റിനുള്ളിലുള്ള ദീർഘദൂര യാത്രകൾക്കൊക്കെ അവർ ഇതുപോലത്തെ ബസ്സാണ് ഉപയോഗിക്കാറ്. ബേർഡിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റേയിലോട്ട് വന്നു. ഇവിടെ നമുക്ക് വേണ്ടി നല്ലൊരു അടിപൊളി ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ ഈവനിങ് സഫാരിക്കായിട്ട് റെഡിയായി. ഇത്തവണത്തെ കമ്പനി ട്രിപ്പിലെ നമ്മുടെ അവസാനത്തെ സഫാരിയാണ്. അങ്ങനെ ഈവനിങ് സഫാരിയിൽ ഒരു അടിപൊളി ഒറ്റയാനെയാണ് നമുക്ക് സൈറ്റിങ് കിട്ടിയത്. ഇത്തവണയും നമ്മുടെ സഫാരി ജീപ്പ് ആനയുടെ അടുത്ത് തന്നെയാണ് നിർത്തിയത്. പക്ഷേ ഇപ്രാവശ്യം ആന നമ്മളെ ഓടിപ്പിച്ചില്ല. മെജോറിറ്റി കാട്ടാനകളും ഈ സഫാരി ജീപ്പ് അടുത്തുകൊണ്ട് നിർത്തിയാലും അങ്ങനെ ഓടിപ്പിക്കാറൊന്നുമില്ല. നമ്മൾ രാവിലെ കണ്ട ഒറ്റക്കൊമ്പനെ പോലത്തെ കുറച്ച് പ്രശ്നക്കാരായ ആനകൾ മാത്രമാണ് സഫാരി ജീപ്പിനെ ഓടിപ്പിക്കാറ്. ഇപ്രാവശ്യം നമുക്ക് ഫോറസ്റ്റിൻ്റെ ബൊലേറോ തന്നെയാണ് കിട്ടിയത്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഈ ബൊലേറോ തന്നെയാണ് നല്ലത്. പെൺമയിലുകളെ ആകർഷിക്കാൻ വേണ്ടി ഇതേ ഒരു ആൺമയിൽ പീലി വിടർത്തി ആടാണ്. ഇത് കണ്ട് ഒരു പെൺമയിൽ വന്നിരുന്നു. പക്ഷെ ഡാൻസ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് തോന്നുന്നു വന്ന മയിൽ തിരിച്ചുപോയി. ഇത്തവണത്തെ കബനി യാത്രയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിമുകളിൽ ഒന്നായിരുന്നു ഇത്. ആനകളെ കൊണ്ട് സമ്പന്നമായ ഒരു സഫാരി തന്നെയായിരുന്നു. എവിടെ തിരിഞ്ഞാലും ആനകളായിരുന്നു. ഈ പച്ചപ്പ് കൂടിയ ബസ്സുകളെല്ലാം കബനിയിൽ ഈയിടെയായിട്ട് തുടങ്ങിയ പുതിയ ബസ് സഫാരിയിൽ ഉൾപ്പെട്ടതാണ്. 3 മണിക്കൂറുള്ള സഫാരിക്ക് 800 രൂപയാണ് ബസ്സിൻ്റെ ചാർജ് വരുന്നത്. വീണ്ടും നമ്മളൊരു കൊമ്പനെ റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ടു. നമ്മളെല്ലാവരും അലാങ്കോളി കേട്ട് വണ്ടി നിർത്തി. അപ്പോഴാണ് ഒരു ക്യാമറ എങ്ങോട്ടോ ഫോക്കസ് ചെയ്യുന്നത് കണ്ടത്.
അപ്പോൾ പിന്നെ ഏകദേശം ഒരു ഊഹം വെച്ച് നമ്മൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് നോക്കി. കുറച്ച് കമ്പുകളൊക്കെ കൂട്ടിയിട്ടൊരു സ്ഥലത്ത് ദേ ഒരു പാമ്പിരിക്കുന്നു. ക്യാമറ ഫുള്ള് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് ഈ പാമ്പിനെ കാണാൻ പറ്റിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പാമ്പിൻ്റെ പേരറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. മഴക്കാലത്തെ കബനിയിലെ പച്ചപ്പിനെ കുറിച്ച് പറയാൻ ഈ ഫ്രെയിം ധാരാളം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. മരത്തിൻ്റെ മുകളിലായിട്ട് ഒരു കിന്നരി പരുന്ത് എന്തോ ഒരു ഇരേനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു പക്ഷിയെ പാമ്പൊന്നല്ല, അതൊരു മീഡിയം സൈസുള്ള ഒരു ഉടുമ്പായിരുന്നു. ഒരു പക്ഷേ ഈ ഭക്ഷണം കഴിക്കുന്നതിലുള്ള സന്തോഷത്തിനായിരിക്കണം ഈ പക്ഷി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇത്തവണ ഞങ്ങൾ 3 സഫാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 3 സഫാരിക്കും പിന്നെ സ്റ്റേക്കും ക്യാമറ ചാർജസും എല്ലാം കൂടി പെർ ഹെഡ് 17,000 ഞങ്ങൾക്ക് വന്നത്. കുറച്ചുകൂടി പോയപ്പോൾ ഇത് വീണ്ടും ആനകൾ. പക്ഷേ ഇത്തവണ ആനകളുടെ മെയ്റ്റിംഗ് പെയറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആനകളുടെ മെയ്റ്റിംഗ് പെയറിനെ കാണുന്നത്. ആനകളുടെ മെയ്റ്റിംഗ് പെയറിനെയൊക്കെ ഭയങ്കര റയറായിട്ട് ഇങ്ങനെ കാണാൻ പറ്റാറുള്ളൂ. എന്തായാലും നമുക്കതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. വേനൽക്കാലങ്ങളിൽ നമുക്ക് ഈ ലേക്കിൻ്റെ അവിടെ വെച്ച് ഇഷ്ടംപോലെ ടൈഗർ സൈറ്റിങ് കിട്ടാറുണ്ട്. എന്നാൽ ഈ മഴക്കാലത്ത് ഈ ലേക്കിൻ്റെ അവിടേക്ക് ടൈഗർ വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇതേ ഒരു മയിലിൻ്റെ വാണിംഗ് കോള്. ടൈഗറിനെയൊക്കെ കാണുമ്പോൾ ഈ സൗണ്ടാണ് സാധാരണ മയിലുണ്ടാക്കുക. എന്നിട്ട് നമ്മൾ വണ്ടി കുറച്ച് പുറകോട്ട് എടുത്ത് നോക്കിയപ്പോൾ ഇതേ പുള്ളിമാൻ്റെയും വാണിംഗ് കോള്. വാണിംഗ് കോളിൽ വന്ന ഡയറക്ഷനിലേക്ക് തന്നെ നമ്മൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം കണ്ട കാഴ്ചയാണ് ഇതേ ഇരിക്കുന്ന ഒരു അടിപൊളി കടുവ. സഫാരിയുടെ ടൈമിങ് ഏകദേശം തീരാറായ സമയത്താണ് നമ്മൾ ഈ കടുവേനെ കണ്ടത്. എന്തായാലും കബനിയിൽ വന്നിട്ട് കടുവേനെ കണ്ടില്ലല്ലോ എന്നുള്ള നിരാശ മാറി കിട്ടി. അല്ലെങ്കിലും കബനി നിരാശപ്പെടുത്തില്ല എന്നല്ലേ പഴമക്കാരൊക്കെ പറയുന്നത്. കബനിയിലേറെ ഫേമസ് ആയ മഗേ ഫീമെയിലിന് പേരുള്ളൊരു ടൈഗ്രസാണിത്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു കാർഡിൻ്റെ വെറൈറ്റി വിഷ്വൽസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.